4 വർഷങ്ങൾ പിന്നിട്ട റഷ്യ യുക്രൈൻ യുദ്ധം ഒരു സമാധാനവും കാണാതെ തുടരുകയാണ്. അതിനിടെ റഷ്യയുടെ ഭാഗത്തു നിന്നും മറ്റൊരു നീക്കം ലോകശ്രദ്ധ നേടുകയും ചെയ്തു. മറ്റൊരു യൂറോപ്യൻ രാജ്യമായ പോളണ്ടിനെ ലക്ഷ്യമിട്ട് റഷ്യ സൈനിക നീക്കത്തിന് തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. നാറ്റോയിൽ ഉടലെടുത്ത ഭിന്നതകൾ അവസരമാക്കിയാണ് പുടിന്റെ ഈ നീക്കമെന്ന് ഡെയിലി മെയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. യുക്രൈനുള്ള പിന്തുണ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യവും റഷ്യയുടെ ഈ തയ്യാറെടുപ്പിന് പിന്നിലുണ്ട്. യുക്രൈനിലേതുപോലുള്ള പൂർണ്ണ തോതിലുള്ള അധിനിവേശമല്ല റഷ്യ പോളണ്ടിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ആക്രമണം നടത്തിയാൽ നാറ്റോ എങ്ങനെ പ്രതികരിക്കും എന്നറിയുകയാണ് റഷ്യയുടെ പ്രധാന ലക്ഷ്യമെന്നാണ് വിലയിരുത്തൽ. റഷ്യയുടെ ഈ നീക്കം വളരെ മുൻപേ അമേരിക്ക തിരിച്ചറിഞ്ഞതായും പോളണ്ടിന് മുന്നറിയിപ്പ് നൽകിയതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. പോളണ്ടിലേക്ക് ഹ്രസ്വമായ അതിർത്തി ഭേദിക്കുകയോ മിസൈൽ അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുകയോ ആകും റഷ്യയുടെ ആക്രമണ രീതി എന്നും നിരീക്ഷണങ്ങളുണ്ട്. പോളണ്ടിലേക്ക് 5000 അമേരിക്കൻ സൈനികരെ കൂടി അധികമായി വിന്യസിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ വാർത്തയും പുറത്തുവരുന്നത് എന്നതാണ് ഇവിടെ നിർണായകം. നിലവിൽ ജർമ്മനിക്ക് ശേഷം യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ അമേരിക്കൻ സൈനികർ നിലയുറപ്പിച്ചിട്ടുള്ള രാജ്യമാണ് പോളണ്ട്. പുതിയ പോളണ്ട് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട കരോൾ നാവ്റോക്കിയുമായുള്ള അമേരിക്കയുടെ അടുത്ത ബന്ധമാണ് ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണമായി ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നത്. നാറ്റോയുടെ കിഴക്കൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പോളണ്ട് റഷ്യ, യുക്രൈൻ, ബെലാറസ് എന്നിവയുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. കൂടാതെ ബാൾട്ടിക് രാജ്യങ്ങളെ യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാന സുവൽക്കി ഗ്യാപ്പ് സംരക്ഷിക്കുന്നതും പോളണ്ടാണ്. ഇതിനാൽ പോളണ്ടിന്റെ സുരക്ഷ നാറ്റോയ്ക്ക് വളരെ നിർണായകവുമാണ്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രതിരോധ ചെലവുകൾ വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്ന രാജ്യം കൂടിയാണ് പോളണ്ട്. GDPയുടെ 5% പ്രതിരോധത്തിനായി മാറ്റിവെക്കണമെന്ന ട്രംപിന്റെ നിർദ്ദേശത്തിലേക്ക് പോളണ്ട് അതിവേഗം അടുത്തുകൊണ്ടിരിക്കുകയുമാണ്. അമേരിക്കയിൽ നിന്നും ദക്ഷിണ കൊറിയയിൽ നിന്നുമായി F-35 യുദ്ധവിമാനങ്ങൾ, അബ്രാസ് ടാങ്കുകൾ, അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ തുടങ്ങിയവ വൻതോതിൽ വാങ്ങി തങ്ങളുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുകയാണ് പോളണ്ട് ഇപ്പോൾ. ഈ സൈനിക മുന്നേറ്റങ്ങൾക്കൊപ്പം അമേരിക്കയുടെ കൂടുതൽ പിന്തുണ കൂടി ലഭിക്കുന്നതോടെ യൂറോപ്പിലെ ഏറ്റവും വലിയ പ്രധാന സൈനിക ശക്തികളിൽ ഒന്നായി പോളണ്ട് മാറുമെന്നാണ് വിലയിരുത്തൽ. ഇതെല്ലാം ആകാം ചിലപ്പോൾ റഷ്യയെ ചൊടിപ്പിച്ചതും. മാത്രമല്ല, യുക്രൈനുള്ള സുരക്ഷാ ഉറപ്പുകളും സൈനിക സഹായവും ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, പോളണ്ട്, ബ്രിട്ടൻ എന്നീ E5 രാജ്യങ്ങളുടെ തലവന്മാർ ജർമ്മനിയിൽ അടിയന്തര യോഗം ചേർന്നതും റഷ്യയെ ആശങ്കയിൽ ആഴ്ത്തിയിരുന്നു. ഇതിനൊപ്പം നാറ്റോ സഖ്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ പങ്കാളിത്തം കൂട്ടാനും യോഗത്തിൽ ധാരണയായി. ജർമ്മൻ ചാൻസലർ ഫ്രീഡറിക് മെർസ് വിളിച്ച യോഗത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ്, ഇറ്റാലിയൻ പ്രധാനമന്ത്രി, പോളിഷ് പ്രധാനമന്ത്രി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്നിവരാണ് പങ്കെടുത്തത്. യുക്രൈന്റെ സുരക്ഷയ്ക്കായി വരും ദിവസങ്ങളിൽ പ്രത്യേക സഖ്യം രൂപീകരിക്കുമെന്ന് യോഗത്തിന് ശേഷം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയും ചെയ്തു. G7 ചർച്ചകളുടെ തുടർച്ചയായാണ് ഈ യോഗമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്നായ റഷ്യയെയും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു യുദ്ധമാണ് യുക്രൈനുമായി ഇപ്പോൾ നടക്കുന്നത്. പുടിൻ ഇപ്പോൾ അത്ര നല്ല കാലവുമല്ല. റഷ്യയുടെ ആഭ്യന്തര ഇന്ധന വിതരണത്തെ പോലും ബാധിക്കുന്ന തരത്തിൽ വൻ ആക്രമണമാണ് യുക്രൈന്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം യുക്രൈൻ യുദ്ധമുഖത്ത് റഷ്യൻ സൈനികരുടെ ആയുർദൈർഘ്യം വെറും 20 മുതൽ 30 മിനിറ്റ് വരെ മാത്രമായി ചുരുങ്ങിയെന്നും വിവരങ്ങളുണ്ടായിരുന്നു. അതെ, റഷ്യയ്ക്കുണ്ടാകുന്ന കടുത്ത നാശനഷ്ടങ്ങളുടെയും യുദ്ധത്തിന്റെ ഭീകരതയുടെയും വ്യാപ്തി കൃത്യമായി അടിവരയിടുന്ന ഒരു റിപ്പോർട്ട് കൂടിയായിരുന്നു അത്. എന്താണ് ഈ സാഹചര്യത്തിന് കാരണം എന്നത് ഇവിടെ പ്രധാനവുമാണ്. യുദ്ധമുഖത്ത് റഷ്യൻ കമാൻഡർമാർ നടത്തുന്ന പിഴവുകളും മതിയായ പരിശീലനമില്ലാതെ പുതിയ സൈനികരെ മരണമുഖത്തേക്ക് തള്ളിവിടുന്നതുമാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ. യുക്രൈൻ സൈന്യത്തിന്റെ ശക്തമായ പ്രതിരോധവും ഡ്രോൺ ആക്രമണങ്ങളും നിലനിൽക്കുന്ന മുൻനിര പോരാട്ട മേഖലകളിലേക്ക് റഷ്യൻ സൈനികർക്ക് അരമണിക്കൂറിലധികം പിടിച്ചു നിൽക്കാൻ പോലും സാധിക്കുന്നില്ല എന്നതാണ് പ്രധാന നിരീക്ഷണവും. യുദ്ധം റഷ്യൻ അതിർത്തിയിലേക്ക് കൂടുതൽ ശക്തമായി വ്യാപിപ്പിക്കുകയാണെന്ന മുന്നറിയിപ്പാണ് യുക്രൈൻ നടത്തുന്നത്. ഇതിനിടയിൽ പോളണ്ടിൽ കണ്ണുവെക്കുന്ന റഷ്യൻ നയം അത്ര നല്ല സന്ദേശമല്ല ലോകരാജ്യങ്ങൾക്കിടയിൽ നൽകുന്നതും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.